ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഭയപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് പാകിസ്ഥാനും ഉണ്ട്. പാകിസ്ഥാനെ ഇസ്രായേൽ ഏത് നിമിഷവും ആക്രമിച്ചേക്കാം. ഇറാനെ തകർത്ത് കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം ഇസ്രായേലിൻ്റെത് പാകിസ്ഥാനാണെന്നും ഇസ്രായേലിന്റെ പട്ടികയിലെ രണ്ടാമത്തെ രാജ്യം പാകിസ്ഥാനാണെന്നും പാക് MP ആസാദ് ഖൈസർ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇറാനുമായി പാകിസ്ഥാൻ 1200 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന അതിർത്തിയുണ്ട്. പണ്ട് മുതൽ തന്നെ പാകിസ്ഥാനെ ലക്ഷ്യം വെക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇറാനെ തകർക്കുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ പാകിസ്ഥാനെ കീഴ്പ്പെടുത്താൻ കഴിയും. പിന്നെ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിന് അവർക്ക് എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. ഒപ്പം തന്നെ ഇന്ത്യ അവരുടെ സൗഹൃദ രാഷ്ട്രം മാത്രമല്ല, ആയുധ പങ്കാളി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അവസരത്തിൽ ഇറാനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്ന് ഇറാൻ നാഷണൽ അസംബ്ലി ചെയ്ത പ്രസംഗത്തിലാണ് പാക് MP ആസാദ് ഖൈസർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആസാദ് ഖൈസറിന്റെ വീഡിയോയും മറ്റുമൊക്കെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലുമാണ്. ഇറാന് പിന്തുണ നൽകണം, ഇല്ലെങ്കിൽ ഇസ്രായേൽ നമ്മളെ ഇനി അടുത്തത് ആക്രമിക്കും, അതുകൊണ്ട് ഒരു സഖ്യം രൂപപ്പെടണമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഇസ്രായേലിനെതിരെ പാക് പ്രകോപനം ഉണ്ടാകുന്നത്. പലപ്പോഴും ഈ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതാക്കളും സൈനിക നേതാക്കളും ഒക്കെ രംഗത്ത് എത്താറുമുള്ളതുമാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇറാനിയൻ സൈനിക വക്താവ് പറഞ്ഞത് ഇസ്രായേലിനെതിരെ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കും എന്ന് പാകിസ്ഥാൻ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ്. ഇതും കൂടിയൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സംശയങ്ങൾ പല ഇടങ്ങളിൽ നിന്നും ഉയരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.